പാലക്കാട് വടക്കഞ്ചേരിയിൽ വീണ്ടും മോഷണം. പൂട്ടിയിട്ട വീട് കുത്തി തുറന്ന് 13 പവനും പണവും വാച്ചും കവർന്നു. മുടപ്പല്ലൂർ പടിഞ്ഞാറത്തറ ഗംഗാധരന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. വീടിന്റെ വാതിലിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാവ് അകത്ത് കടന്നത്. ഇക്ബാൽ അറക്കൽ നൽകും വിവരങ്ങൾ. ഇക്ബാൽ, ഇതിപ്പോൾ മോഷണം ഒരു തുടർക്കഥയാവുകയാണ്. വടക്കഞ്ചേരിയിൽ കഴിഞ്ഞ ദിവസവും ഇങ്ങനെ ഒരു മോഷണം നടന്നിരുന്നല്ലേ, ക്ഷേത്രത്തിലടക്കം? തീർച്ചയായും വടക്കഞ്ചേരിയിൽ മോഷണ പരമ്പര തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. വിനായക സ്ട്രീറ്റിലെ ഗണപതി ക്ഷേത്രത്തിൽ മോഷണം നടക്കുന്നു, അതിന് സമീപത്തെ വീടുകളിൽ മോഷണം നടക്കുന്നു. കഴിഞ്ഞ ദിവസം വടക്കഞ്ചേരി ബസ് സ്റ്റാൻഡിന് സമീപത്തെ ഒരു ലോട്ടറി കടയിൽ കയറിയും ഇത്തരത്തിൽ മോഷണം നടന്നതാണ്. ഈ സംഭവത്തിലെല്ലാം പോലീസ് അന്വേഷണം തുടരുന്നതിനിടയിലാണ് ഇപ്പോൾ വടക്കഞ്ചേരി മുടപ്പല്ലൂരിൽ പൂട്ടിയിട്ട വീടിന് കുത്തി തുറന്നുകൊണ്ടൊരു മോഷണം നടന്നിരിക്കുന്നത്. മുടപ്പല്ലൂർ പടിഞ്ഞാറത്തറ സ്വദേശിയായിട്ടുള്ള ഗംഗാധരന്റെ വീടാണ് കുത്തി തുറന്ന് മോഷണം നടത്തിയിരിക്കുന്നത്. ഈ വീടിന്റെ കിടപ്പുമുറിയിലെ കട്ടിലിനടിയിൽ ഒരു ലോക്കർ ഉണ്ടായിരുന്നു. ആ ലോക്കറിനകത്ത് സൂക്ഷിച്ചിരുന്ന 13 പവൻ സ്വർണ്ണാഭരണങ്ങളും അതുപോലെ തന്നെ 8500 രൂപയും ഒരു വിലപിടിപ്പുള്ള വാച്ചുമാണ് മോഷണം പോയിരിക്കുന്നത്. ഈ വീട്ടിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഗംഗാധരം കുടുംബവും ഒരു ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വേണ്ടി ഈ മാസം 18-ന് ഈ വീട്ടിൽ നിന്നും പോയതാണ്. ഇന്ന് തിരിച്ചെത്തിയപ്പോഴാണ് ഇത്തരത്തിൽ മോഷണം നടന്ന വിവരം ഈ ബന്ധുക്കൾ അല്ലെങ്കിൽ ഈ കുടുംബം തിരിച്ചറിയുന്നത്. ഉടൻ തന്നെ വടക്കഞ്ചേരി പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും പോലീസ് സ്ഥലത്തെത്തി നടപടികൾ ആരംഭിക്കുകയും ഈ മോഷണത്തിനായുള്ള അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം മുടപ്പല്ലൂർ ചക്കാന്തറ സ്വദേശിയായിട്ടുള്ള ആറുമുഖന്റെ വീട്ടിലേക്കും ഇത്തരത്തിൽ മോഷണ ശ്രമം നടന്നു എന്ന രീതിയിലുള്ള വിവരങ്ങൾ വരുന്നു. രാത്രിയിൽ വീടിന്റെ വാതിൽ കുത്തിപ്പൊളിക്കാനുള്ള ശ്രമം നടന്നു. ആ സമയത്ത് വീട്ടുകാർ ശബ്ദം കേട്ട് എണീച്ച് പരിശോധന നടത്തിയപ്പോഴാണ് ഇത്തരത്തിലൊരു വ്യക്തി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് ഈ വീട്ടുകാർ കാണുന്നത്. ഏതായാലും ഈ സംഭവങ്ങളെല്ലാം ഇപ്പോൾ വടക്കഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ശ്രുതി, ശരി, ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്.